രോഗങ്ങൾ വന്നാൽ ചികിത്സ അനിവാര്യമാണ്. എന്നാൽ രോഗം വരാതെ ഇരിക്കാൻ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അതിൽ വളരെ നിസ്സാരമായിട്ട് ആദ്യം ചെയ്യാവുന്നത് പ്രാണായാമം ശീലിക്കുകയാണ്. പ്രാണായാമം 112 സൈസ് ധാരാളം ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതിലൊന്ന് ചെയ്താലും മതി. ആ ഒരെണ്ണം ഒന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി വളരെ വർദ്ധിക്കും. മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു ശേഷി നമ്മളിൽ വളർന്നു വരുന്നത് നമ്മൾ അറിയും. ഒരു ഊഹം പോലെ നമുക്ക് തോന്നും. അതനുഷ്ഠിച്ചാൽ മതി. ഭക്ഷണത്തിൽ മാറ്റം വരുത്താം. നിസ്സാര ജീവിതക്രമങ്ങളിലുള്ള മാറ്റം പോലും രോഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് കാണാം. നമ്മളുടെ കാഴ്ചപ്പാട് മാറും. പ്രാണായാമം ചെയ്യുന്ന ഓരോ ദിവസം ചെല്ലും തോറും നമ്മളുടെ കാഴ്ചയുടെ മാനങ്ങൾ, നമ്മളുടെ ബോധത്തിൻ്റെ മാനങ്ങൾ മാറി വരുന്നത് കാണാം. ഉയർന്ന തലത്തിലേക്ക് വരും. മുൻപ് നമ്മൾ ഇഷ്ടമില്ലാത്തത് പലതും ഇഷ്ടമായിട്ട് വരും. ഇഷ്ടമുള്ളത് പലതും ഇഷ്ടക്കേടായിട്ട് മാറും. ഇത് നമ്മളുടെ ബോധതലം ഡെവലപ്പാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഭക്ഷണത്തിൽ കാര്യമായ ചേഞ്ച് വരുന്നത് അറിയാം. നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കും. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവിൽ മാറ്റം വരും. ബോധം നമ്മളെ അതിനനുവദിക്കും. അങ്ങനെ ഒരു പ്രചോദനം നമ്മളിലുണ്ടാകും. കാരണം ബോധതലത്തിൻ്റെ വികസനമാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഏതെങ്കിലും ഒരു പ്രാണായാമം, അത് ബുക്കുകൾ ധാരാളം കിട്ടും. ചെറുതും വലുതുമായ അനേകം ബുക്കുകൾ. അതിലൊന്ന് വാങ്ങി ഒരു പ്രാണായാമം, അതിൽ ഏറ്റവും എളുപ്പവും ഏറ്റവും ഫലപ്രദവും ആയത് വിലോമ പ്രാണായാമമാണ്. എളുപ്പമാണ്, വലിയ ഗുണമാണ്. 6 മാസം കൊണ്ട് തന്നെ വലിയ മാറ്റം വരും. ഇതെന്താണ് ഈ വിലോമ പ്രാണായാമം എന്ന് പറഞ്ഞാൽ? ഒരു നിശ്ചിത സമയം കൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക വായു മൂക്കിൽ കൂടി, ഒരു മൂക്കിൽ കൂടി, ഇടതുവശത്തു കൂടി, വലതുവശം അടച്ചു പിടിച്ചുകൊണ്ട് സാവകാശം എടുത്ത് ഒരു 10 സെക്കൻഡിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ശ്വാസകോശം നിറച്ചു. 10 സെക്കൻഡിൽ അവിടെ നിർത്തുക. 20 സെക്കൻഡ് കൊണ്ട് വിടുക. ഇത് കൃത്യമല്ല, ചെയ്ത് നോക്കണം. ക്ലോക്കിൻ്റെ ടിക് അടിയൊക്കെ വെച്ച് ഒന്ന് നോക്കുക. മാറ്റം വന്ന് ക്രമേണ അത് ക്ലിയറാകും, കൃത്യമാകണമെന്ന് നിർബന്ധവുമില്ല. അങ്ങനെ ചെയ്താൽ ആ ശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധയായിരിക്കണം. വലിയ മാറ്റം വരും. അത് 15 മിനിറ്റ് ചെയ്താൽ മതി. ഏതെങ്കിലും സമയത്ത് ഏറ്റവും നല്ലത് പ്രഭാതത്തിന് മുൻപ്, ഏറ്റവും നല്ലതാണ്. ഒന്ന് ചെയ്ത് നോക്കൂ. ബാക്കി അനേകമുണ്ട്. 112 നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉപയോഗത്തിലുണ്ട്. അതിലും അപ്പുറം വേറെയും ഉണ്ട് പ്രാണായാമങ്ങൾ. വ്യത്യസ്ത രീതിയിൽ വായു വലിക്കുകയും വിടുകയും നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണത്. ഓക്കെ.